പൊതുജനം കഷ്ടപ്പെടുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് റാപ്പർ വേടന്റെ സംഗീത നിശ നടത്തി ദൂർത്തടിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. ഒറ്റപ്പാലത്ത് കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ 67ാം സ്ഥാനത്താണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. നിയമസഭയിൽ സ്വന്തം മണ്ഡലത്തിന് നീതി വേണമെന്ന മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാൻ കഴിവില്ലാത്തയാളാണ് ഒറ്റപ്പാലം MLA എന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. ഒറ്റപ്പാലം നഗരസഭയിലെ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് KPCC വക്താവായ സന്ദീപ് വാര്യർ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കോടിക്കണക്കിന് ഉറുപ്പിക ചിലവാക്കി വേടന്റെ സംഗീത നിശ സംഘടിപ്പിക്കുന്ന ധൂർത്തനായ ധാരാളിയായ ഒരു മുഖ്യമന്ത്രി ആയിരുന്നില്ല ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അല്ലേ, 6 മാസമായി പെൻഷൻ കിട്ടിയിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ വേടന്റെ പാട്ട് കേട്ടോ എന്നാ പറയുന്നത്. 6 മാസമായി പെൻഷൻ കിട്ടിയിട്ട് സർക്കാരിന്റെ 4ാം വാർഷികം അതിന് 100 കോടിയെ ചിലവാക്കുന്നത്. 100 കോടി സർക്കാരിന്റെ 4ാം വാർഷികത്തിന് ഇതുപോലൊരു ധാരാളിത്വവും ധൂർത്തും സമ്മതിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഈ നാട്ടിലെ പാവപ്പെട്ടവന്, ഈ നാട്ടിലെ സാധാരണക്കാരന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. ഒറ്റപ്പാലം നഗരസഭയുടെ കാര്യമാണെങ്കിൽ പറയുകയോ വേണ്ട, അവിടെ കൗൺസിലർമാർ ഇരിക്കുന്നുണ്ടാകും. കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റിയാ? 87. അതിൽ 67ാം സ്ഥാനത്താണ് ഒറ്റപ്പാലം. 67ാം സ്ഥാനത്താണ് ഒറ്റപ്പാലം. ആകെ 87 മുനിസിപ്പാലിറ്റി ഉള്ളതിൽ 67ാം സ്ഥാനത്ത് കിടക്കുക ഒറ്റപ്പാലം. പദ്ധതി വീതം നടപ്പാക്കിയതിൽ 75% പണം പോലും ചെലവാക്കിയിട്ടില്ല ഒറ്റപ്പാലത്തെ മുനിസിപ്പാലിറ്റി. നിങ്ങൾ മനസ്സിലാക്കാം, 75% പോലും ഇവിടെ പാസാക്കിയ പണം ചെലവാക്കിയിട്ടില്ല ഒറ്റപ്പാലത്തെ മുനിസിപ്പാലിറ്റി. അപ്പൊ അതുപോലെ കേരളത്തിൽ ഭരണം കയ്യിലുണ്ടായിട്ടും ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ചിട്ടും ഒറ്റപ്പാലത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. MLAയും പരാജയമാണ്, ഒറ്റപ്പാലത്തെ ഇടതു ഭരണവും പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയുന്നതോടുകൂടി UDF ഒറ്റപ്പാലത്ത് അതിശക്തമായി തിരിച്ചു വന്ന് ഒറ്റപ്പാലത്തിന്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്നുള്ള ഉറപ്പാണ് ഈ സമരത്തിന്റെ സമാപന സമ്മേളനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. ഒറ്റപ്പാലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ, കോൺഗ്രസ് നേതാക്കളായ ഫാറൂഖ്, ഫെബിൻ, സത്യൻ പെരുമ്പറക്കോട്, അഡ്വക്കേറ്റ് വിജയരാഘവൻ, നഗരസഭാ കൗൺസിലർമാരായ മായ, ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു. KCV ന്യൂസ്, ഒറ്റപ്പാലം.